ഗിരിയേറ്റം ഉയർന്നുള്ള കുരുവൻ കുന്നുരുൾപൊട്ടി നരിയും പന്നിയും പാമ്പുമെല്ലാം വന്നടിഞ്ഞു പാടങ്ങളിൽ. ലാലംതോട്ടിൽ വെള്ളമേറെ കവിഞ്ഞു കയറുക മൂലം പാലം പോയി പാലക്കാർക്ക് നാശവുമായി. പെട്ടിരണ്ടങ്ങതും പോയി കുട്ടിരണ്ടങ്ങതും പോയി പട്ടരുടെ കടയെല്ലാം ആകവേ മുങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത വരെ പണ്ട് അർത്ഥമുള്ള പാട്ടാണ്. ചേട്ടൻ്റെ വീട്ടുപേരെങ്ങനെയാ? എൻ്റെ വീട്ടുപേര് താഴത്തിലപ്പാട്ട്. എന്താ ഏട്ടാ ഈ നാട്ടിൽ നടക്കുന്നത്? ഈ നാട്ടിൽ ഇപ്പം കെഴുതിരി, കുറിഞ്ഞി, മേതിരി 3 വാർഡുകളിലായിട്ട് ഇപ്പം പാറമട ലോബി വന്ന് പിടിമുറുക്കിയിരിക്കുകയാണ്. കോട്ടമലയിൽ വന്ന ഒരു 3-4 വർഷം മുമ്പ് പാറമടയ്ക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു. അത് പിന്നെ ജനകീയ സമരം കൊണ്ട് അത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. ഇപ്പം കുരുവൻകുന്ന് മല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പകുതി ഭാഗം, കുരുവൻകുന്ന് മലയുടെ പകുതി ഭാഗം എല്ലപ്പട്ടയമാണ്. അത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊരു 1976 കാലഘട്ടങ്ങളിൽ, അതിന് മുൻപ് വനപ്രദേശമായിരുന്നു കുരുവൻകുന്ന് മലയുടെ പകുതി ഭാഗം, മുകൾ ഭാഗം. അത് കൂപ്പ് കെട്ടി ഇറങ്ങിയതിന് ശേഷമാണ് ഈ ആൾക്കാർ കയ്യേറി, പിന്നെ അത് സർക്കാർ പട്ടയം കൊടുത്ത് അങ്ങനെ അത് കൃഷിഭൂമിയായി. അതിന് താഴെ ഭാഗമാണ് ഇപ്പോൾ ഈ പാറമട ലോബി വന്ന് പിടിമുറുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുരുവൻകുന്ന് മല എന്ന് പറഞ്ഞാൽ നല്ല കുത്തനെ ചെരുവായിട്ട് കിടക്കുന്ന ഭൂപ്രദേശമാണ്, വലിയ മലയാണ്. ഇവിടെ പണ്ട് 1980 കാലഘട്ടങ്ങളിലാണ്ട് ചെറിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതാണ്. പണ്ട് കാലത്ത് അതിലും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതാണ്. ഈ കാണുന്ന മലയുടെ മുകളിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇതിലൂടെയൊക്കെ വെള്ളം ഒഴുകിപ്പോയി. അതായത് നേരത്തെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ കൂടെ അല്ല ഇപ്പോൾ ഈ തോട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പരിസ്ഥിതി ലോല പ്രദേശം തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ, അതായത് ഒരു 100 വർഷം മുമ്പ് ഇവിടെ ഉരുൾ പൊട്ടിയതിനെക്കുറിച്ച് പണ്ടൊരു കാരണവർ ഈ ഒരു കവിത വരെ എഴുതിയിട്ടുണ്ട്. കവിതയുടെ ചില ഭാഗങ്ങൾ, ഒരു ചെറിയ ഭാഗങ്ങൾ പറയാമോ? അതായത് ഗിരിയേറ്റം ഉയർന്നുള്ള കുരുവൻ കുന്നുരുൾപൊട്ടി നരിയും പന്നിയും പാമ്പുമെല്ലാം വന്നടിഞ്ഞു പാടങ്ങളിൽ. ലാലംതോട്ടിൽ വെള്ളമേറെ കവിഞ്ഞു കയറുക മൂലം പാലം പോയി പാലക്കാർക്ക് നാശവുമായി. പെട്ടിരണ്ടങ്ങതും പോയി കുട്ടിരണ്ടങ്ങതും പോയി പട്ടരുടെ കടയെല്ലാം ആകവേ മുങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത വരെ പണ്ട് അർത്ഥമുള്ള പാട്ടാണ്. അത് ആരെ എഴുതുന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് നമുക്കറിയത്തില്ല. 100 വർഷമെങ്കിലും പഴക്കമുണ്ട്. 100 വർഷം എന്ന് പറയുമ്പോൾ 1994, ഇതിപ്പോൾ മലയാളം വർഷം, കൊല്ലവർഷം. അതായത് ഇപ്പോൾ 1201 ആണ്ടല്ലേ. അപ്പം 100 വർഷത്തിന് മുകളിലായി. അപ്പം 1094 ആണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ തുടക്കം തന്നെ. എനിക്കതിന് ഫുള്ളായിട്ടുള്ള ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. അപ്പം ഇങ്ങനെയുള്ള ഈ പരിസ്ഥിതി ലോല പ്രദേശം, അതായത് കുരുവൻകുന്ന് മലയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ചൂരിക്കക്കല്ലെന്ന് പറഞ്ഞുകൊണ്ടൊരു കുറച്ച് ഭാഗം, അവിടെ ഒരു ചൂരിക്കൽ ഭഗവതി എന്നും പറഞ്ഞുകൊണ്ടൊരു സങ്കേതം ഉള്ളതായിട്ട് അറിയാം. അത് ഈ അമ്പലം കൂടാതെ അത് ഈ കിഴക്ക് ഭാഗത്തായിട്ടൊരു വലിയൊരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിൻ്റെ അടിയിലായിട്ട് ചെറിയ ശൂലവും ഒക്കെ. എനിക്ക് കുരുവൻകുന്ന് മലയുടെ ഭാഗങ്ങളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയാവുന്ന, ചെറുപ്പം തുടങ്ങി ഇവിടെ വസിക്കുന്നതായതുകൊണ്ട് ഈ പ്രദേശത്ത് ഈ മലകളിൽക്കൂടെ മുഴുവൻ ഞാൻ കയറി പുല്ലിയെത്തിയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ചൂരിക്കൽ ഭഗവതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രദേശം ഒരു 80 സെൻറ്റ് സ്ഥലത്തോളം സർക്കാർ ആർക്കും പട്ടയം കൊടുക്കാതെ സർക്കാരിൻ്റെ ഭൂമിയായിട്ട് തന്നെ, പ്രകൃതി സംരക്ഷണ മേഖലയായിട്ട് തന്നെ അവിടെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ കുരുവൻകുന്നാണ് ഇപ്പം പാറമട ലോബികൾ ഇപ്പം വാങ്ങിച്ചു കൂട്ടി. ഇവിടെ ഒരു 10 വീട് ഇപ്പം നിലവിൽ അവർ ഒഴിപ്പിച്ചു. പാറമട ലോബികൾ വേറെ ഒരു കുറേ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എഗ്രിമെന്റ് വെക്കാനായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് പോയി അഡ്വാൻസ് ഒക്കെ കൊടുത്തതായിട്ടുള്ള. എത്ര വീടുകൾ കാണുമായിരിക്കും? അത് വീടുകൾ ഇപ്പം 10 വീടുകൾ ഓൾറെഡി ഒഴിവായി. ബാക്കിയുള്ള സ്ഥലങ്ങളാണ്, വീടുകളല്ല, സ്ഥലങ്ങളാണ്. ഇപ്പം നിലവിലിപ്പം അത് കഴിഞ്ഞാലുള്ള അയൽവാസിയായിട്ട് ചേട്ടനൊക്കെയാണോ വന്നെ? ഞാനൊക്കെയാണ് അയൽവാസിയായിട്ട്. അവരൊഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ വന്ന അയൽവാസി ചേട്ടനാണോ? പിന്നെ വന്ന അയൽവാസി എന്ന് പറഞ്ഞാൽ ഇതിലൂടെയാണ് അവർ ഈ റോഡ് അങ്ങോട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ റോഡ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത്. ഞാനൊക്കെ ഒഴിഞ്ഞുപോയി പോകേണ്ട അവസ്ഥയാണ്.
ഇപ്പോൾ തന്നെ നിലവിൽ ഒരു പാറവട ഇവിടെ ഉണ്ട്. ആ പാറവടയിൽ നിന്നും ഏകദേശം ഒരു 200ഓളം ടോറസിന് ദിവസം പോകുന്നു. ആ വാർത്ത എടുത്തായിരുന്നു. ആ വാർത്ത എടുക്കുന്നത് നിങ്ങൾ ആ വാർത്ത എടുത്തത് തന്നെയല്ല, നിങ്ങൾ ഈ വഴി നോക്കണം. ഈ വഴിക്ക് സൈഡ് ഇവിടെ അല്ല, വഴിയുടെ സൈഡ് കെട്ടുള്ള ഭാഗം പല സ്ഥലങ്ങളിലും തള്ളിയിട്ട് ഇടിഞ്ഞു തന്നിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് ഈ അടുത്ത മഴക്കാലം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു കാരണവശാലും ഈ വഴിയെ പോകാനുള്ള സാധിക്കില്ല. ആ രീതിയിലുള്ള ആണ് വഴി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് DR കെട്ടെല്ലാം തള്ളിപ്പോയി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഴി പല സ്ഥലങ്ങളിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു വൻ ദുരന്തമാണ് വരാൻ പോകുന്നത്. രാമപുരത്തിന് പോകുമ്പം ഇവിടെ ഒരു 2 കിലോമീറ്റർ ലോറി ഇടിഞ്ഞ് അത് അപകടം ഉണ്ടായില്ല. അതിപ്പോ നിലവിൽ അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും അപകടം ഉണ്ടാകും കാലക്രമത്തിൽ. അത് വളരെയധികം ഉന്നതരായിട്ടുള്ള ആൾക്കാർ, അതായത് ഈ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ, അതായത് ഈ പാല, അതുപോലെ തന്നെ ഈ രാമപുരം, കെഴുതിരി, കൂത്താട്ടോളം റൂട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ, ഇത് നേരെ പോയി കഴിഞ്ഞാൽ പാല തൊടുപുഴ റൂട്ടാണ്. വലത്തോട്ട് പാല, ഇടത്തോട്ട് തൊടുപുഴ, അതുപോലെ ഇതിലെ നേരെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴി നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലത്തോട്ട് കൂത്താട്ടോളം, ഇടത്തോട്ട് രാമപുരം. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലേക്ക് കിടക്കും അല്ലേ? 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ എറണാകുളം ജില്ലയും കോട്ടയം ജില്ലയുടെയും ബൗണ്ടറിയാണ്. ഒരു കാര്യത്തോടെ മനസ്സിലാക്കുക, ഇടുക്കി ഡാം ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടുക്കി ഡാമാണ്. നേരേഖ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഡാമുള്ള പ്രദേശമൊക്കെ ഇതുപോലെ പൊട്ടിക്കാനുള്ള അനുമതിയൊക്കെ ആരാണ് കൊടുത്തിരിക്കുന്നത്? കൈ ചൂണ്ടാനാണെങ്കിലും വിരൽ ചൂണ്ടാനാണെങ്കിലും കയ്യിൽ എണ്ണയാ തീരാത്ത ആൾക്കാരാണ് ഇതിനൊക്കെ എല്ലാ രീതിയിലുള്ള കുട പിടിക്കുന്നത്. രാഷ്ട്രീയം പറയുന്നതല്ല, വളരെ വേദനാജനകമാണ്. ഈ ചേട്ടനൊക്കെ ഒരു കർഷകനാണ്. വാഴക്കണ്ണൊക്കെ വിറ്റ് വാഴ നടാനായിട്ട് വാഴക്കണ്ണുമായിട്ട് ചേട്ടൻ ഇറങ്ങിപ്പോകുന്ന വഴിയിലാണ് ഞങ്ങൾ കണ്ടത്. ഇത് അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡിക്റ്റേറ്റീവ് ന്യൂസല്ലേ ഞങ്ങൾ വാർത്ത കണ്ടായിരുന്നു ഓടി വരികയത്. എന്താണേലും പ്രിയരെ, ഈ നാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോഴത്തേലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാനായിട്ട് വലിയൊരു ഉപാധിയായിട്ട് കണക്ക് കൂട്ടാതെ, ഈ ജനങ്ങളുടെ കണ്ണീര് ഇനിയും കാണാതെ, ഈ കേരളത്തിൻ്റെ മാപ്പ് ഇനി തിരുത്തിയെഴുതാതെ ഈ നാടിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികൾക്കുള്ളതാണ്, രാഷ്ട്രീയക്കാർക്കുള്ളതാണ്. ഈ നാട് നിങ്ങൾ നല്ല രീതിയിൽ പരിപാലിക്കും, ഞങ്ങൾക്കൊക്കെ സ്വൈര്യ സമാധാനമായിട്ട് ജീവിക്കാനൊരു സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കി തരും എന്നോർത്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. പക്ഷേ നിങ്ങളൊക്കെ ഈ കേരളത്തിൽ തന്നെ ഒറ്റിക്കൊടുത്തിട്ട് നിങ്ങൾ ഈ നാട് വിട്ടു പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളോട് പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഈ കേരളത്തിന് വെളിയിലും അതുപോലെ തന്നെ വേറെ കൺട്രിയിലൊക്കെ സ്ഥലം മേടിച്ചാക്കുന്ന ആൾക്കാരെയൊക്കെ എത്രയും പെട്ടെന്ന് MP ആയിട്ടോ MLA ആയിട്ടൊന്നും അവരെ ഒരിക്കലും ഇരുത്താനായിട്ട് സമ്മതിക്കരുത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിർത്തി, അതിങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മന്ത്രിയാണേലും MLA ആണേലും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നിർത്തി ഈ നാടിനെ സംരക്ഷിക്കാനായിട്ടും ഈ നാട്ടിൽ ജീവിക്കാൻ, വരും കാലങ്ങളിൽ ഈ നാട്ടിൽ ജീവിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ മാത്രം മുഖ്യമന്ത്രിയായിട്ട് MLA ആയിട്ട് MP ഒക്കെ ആയിട്ട് അംഗീകരിക്കുക. ഒരു കുഴപ്പമില്ല. അത് തന്നെയല്ലേ വേണ്ടേ? തീർച്ചയായിട്ടും. ഇവരൊക്കെ ഇത് കഴിയുമ്പോൾ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചേട്ടാ? നാട് വിട്ട് ഇവരൊക്കെ വലിയ ടൗണുകളിലൂടെയാണ് ജീവിക്കുന്നത്. ഈ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ വരുന്നത്. ഈ ഞങ്ങൾ രാവിലെ 4 മണിയാകുമ്പോൾ തുടങ്ങി ഇതിൽ ടോറസ് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇത് പോകുന്നതെന്ന് പറഞ്ഞാൽ വഴി പോകുന്ന എത്ര ഇവർ നനയ്ക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എത്ര നനച്ചാലും പൊടി കാരണം ഒരു രക്ഷയില്ല. എനിക്ക് എൻ്റെ വീടിൻ്റെ കറക്റ്റായിട്ട് വീട്ടിലിരിക്കുന്ന വണ്ടി ഇട്ടിരിക്കുന്നതൊക്കെ ഒരു ദിവസം വണ്ടി കഴുകിയില്ലെങ്കിൽ ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ പൊടിയാണ്. അതുപോലെ ഈ പൊടി മുഴുവൻ നമ്മൾ ശ്വസിച്ച് കയറ്റുമല്ലേ, നമ്മുടെ ഉള്ളിലോട്ട് ആണ് ഈ പൊടി മുഴുവൻ. ഈ നാട്ടുകാർക്ക് മൊത്തം എതിർപ്പില്ല ചേട്ടാ ഈ കാര്യത്തിൽ? നാട്ടുകാരുടെ എതിർപ്പുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? പ്രിയരെ, ഞങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിൽ കെഴുതിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രേക്ഷണം ചെയ്യുന്നത്. ഈ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് കേരളത്തിൽ എവിടെയാണേലും ഇങ്ങനെ പ്രകൃതി ചൂഷണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ട് അവിടെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തും. ജനങ്ങളുടെ കൂടെയാണ്. ജനപ്രതിനിധികൾ ജനങ്ങളെ കൈവിടിഞ്ഞാലും ഈ ഡിക്റ്റേറ്റീവ് ന്യൂസ് കേരള എന്ന ചാനൽ എന്നും ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളെ അപായപ്പെടുത്തിയാലും ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, ഞങ്ങളുടെ കൂടെ ഇടം പിടിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ചാനൽ തുടർന്നുകൊണ്ട് തന്നെ പോകും. എന്താണേലും ഭീഷണികളൊന്നും ഞങ്ങളുടെ മുമ്പിൽ പാസ്സാകില്ല. നിങ്ങൾ പൈസ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ 10 തലമുറയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം ഈ ജീവിതം എന്ന് പറഞ്ഞത് എല്ലാ വ്യക്തികൾക്കും, നിങ്ങൾക്കാണേലും ഈ കേരളത്തിലുള്ള ആൾക്കാർക്കെല്ലാം ഒരുപോലെയൊക്കെയാണ്. എത്രമാത്രം സമ്പാദിച്ചാലും അതൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ കൊള്ളിയല്ല.
നിങ്ങൾ ഈ ഭൂമിയെ ഇതുപോലെ ചൂഷണം ചെയ്താൽ അതിൻ്റെ 4 ഇരട്ടി നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അസുഖങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് ശുഭദിനം. आपका नेम, आपका देश कौन है? ഇവിടെ പിടിച്ചോ പാറമടയുടെ പ്രിയരെ കാണുന്നൊരു പാറമടയാണ്. ഇവിടെ ഒരു കുറച്ച് നാൾ മുമ്പ് ഇവിടെ എല്ലാം പൊട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി. ഇതുകൊണ്ടോ ഭൂമിയുടെ അകത്താമ്പ് തെളിച്ചിട്ടിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് അടുത്ത പാറമട തന്നെ. ഈ കാണുന്നൊരു അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ പുറയിലാണ് ഈ പാറക്കന്നം നടക്കാനായിട്ട് പോകുന്നത്. പ്രകൃതി എല്ലാം ചൂഷണം ചെയ്ത് ഈ അമ്പലം വേണമെങ്കിൽ അമ്പലം ഇരിക്കുന്ന പ്രദേശം മൊത്തം അവർ ഇനി വില കൊടുത്ത് മേടിച്ച് അമ്പലം വരെ അവിടെ പൊളിച്ചു മാറ്റി വെക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അല്ല, ഇത് മൊത്തം പൊട്ടിച്ച് കടത്തുമല്ലേ. കാരണം നമ്മൾ പറഞ്ഞല്ലോ, സ്വർണ്ണത്തേക്കാൾ മൂല്യമുള്ള വസ്തുവാണ് ഇപ്പോൾ ഈ പാറ കണ്ടത്. എന്തുമാത്രം ആൾക്കാർ അതുകൊണ്ട് ജീവിക്കണമെന്നറിയോ. പാവങ്ങളെ ഒഴിവാക്കുക. അവരെല്ലാവരും വികസിച്ചുകൊണ്ടിരിക്കാവും. ഒരിടയ്ക്ക് ഭൂമി മാഫിയായിരുന്നു, ഇപ്പോൾ അതിന് പകരം പാറ മാഫിയാണ്. കാരണം വൻ ലാഭമാണ് ഇതിൽ. പത്രം മുടക്കിയാൽ അതിൻ്റെ 100 ഇരട്ടി. വണ്ടി ഒന്ന് കറക്കിയിട്ട് വീട് കട്ട് ചെയ്യാം കേട്ടോ. കേട്ടോ നമ്മുടെ പ്രിയരെ കാണുന്ന മല കണ്ടോ? ആ മലയാണ്. ആ മലയുടെ അടിവാരത്തിൽ നിന്നാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. ഇപ്പോൾ ആ മല പൊട്ടിച്ച് താഴേക്ക് ചാടിക്കാനുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്.